2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിയെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച് ടി.വി.കെ. മഹാബലിപുരത്ത് നടന്ന പാർട്ടി ജനറൽ കൌൺസിൽ യോഗത്തിലാണ് തീരുമാനം. 2026 സഖ്യങ്ങളില്ലാതെ പാർട്ടി ഒറ്റയ്ക്ക് മത്സരിക്കുമെന്നും ടി.വി.കെ. പ്രഖ്യാപിച്ചു. ന്യൂസ് ഡെസ്കിൽ നിന്ന് അജ്മൽ ദിറാർ ചേരുന്നുണ്ട്. അജ്മൽ, AIDMKയുടെ സഖ്യശ്രമങ്ങളാണ് ടി.വി.കെ. തള്ളിയത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ പ്രഖ്യാപനം നടന്നിരിക്കുന്നത്. പ്രഖ്യാപനത്തിലൂടെ ആ അഭ്യൂഹങ്ങൾ കൂടി ഇല്ലാതാവുകയല്ലേ? ധന്യ, ഇന്ന് മഹാബലിപുരത്ത് 2000 പാർട്ടി പ്രവർത്തകരെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് കരൂർ ദുരന്തത്തിന് ശേഷം വിജയ് പങ്കെടുക്കുന്ന ആദ്യത്തെ ജനറൽ ബോഡി യോഗമാണ് ഇന്ന് തമിഴ്നാട്ടിൽ ചേർന്നിട്ടുണ്ടായിരുന്നത്. ഈ യോഗത്തിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട 2 തീരുമാനങ്ങൾ ടി.വി.കെയുടെ ഭാഗത്തു നിന്നുണ്ടായത്. അതിൽ ഒന്നാമതായി പറയുന്നത് 2026 തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തമിഴ്നാട്ടിൽ ടി.വി.കെയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി വിജയ് ആണെന്നുള്ള പ്രഖ്യാപനമാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രഖ്യാപനം തന്നെയാണ്. നമ്മൾ സ്വാഭാവികമായും പ്രതീക്ഷിച്ചിരുന്ന ഒന്നാണ് എങ്കിൽ പോലും 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയ് തന്നെയാണോ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്നും അല്ലെങ്കിൽ ടി.വി.കെ മറ്റേതെങ്കിലും ഒരു പാർട്ടിയുമായി സഖ്യത്തിലേർപ്പെടുമോ എന്നുമൊക്കെയുള്ള സംശയങ്ങൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ആ സംശയങ്ങൾക്കും അഭ്യൂഹങ്ങൾക്കും വിരാമമിട്ടുകൊണ്ട് ടി.വി.കെയുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലൊരു പ്രഖ്യാപനം ഉണ്ടാകുന്നത്. ആ പ്രഖ്യാപനത്തെ ശരിവെക്കും വിധത്തിലാണ് യഥാർത്ഥത്തിൽ പിന്നീട് ഈ ജനറൽ കൗൺസിൽ യോഗത്തിൽ അവതരിപ്പിച്ച പ്രമേയങ്ങളിലൂടെ ടി.വി.കെയുടെ മറ്റു ചില പ്രഖ്യാപനങ്ങൾ ഉണ്ടായത്. അതിൽ ഏറ്റവും പ്രധാനമായ ഒരു കാര്യമെന്ന് പറയുന്നത് വിജയ് ടി.വി.കെയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകുമെന്ന് മാത്രമല്ല, വിജയ് തമിഴ്നാട്ടിലെ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയുമായും ടി.വി.കെക്ക് യാതൊരുവിധ സഖ്യവും ഉണ്ടാവുകയില്ല എന്നുകൂടിയാണ്. ഈ കരൂർ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ വിജയ്ക്കേറ്റ ടി.വി.കെ പാർട്ടിക്കേറ്റ ചില തിരിച്ചടികൾക്ക് പിന്നാലെ ചില പാർട്ടികളുമായി സഖ്യത്തിലേർപ്പെടുമെന്നും അതോടൊപ്പം തന്നെ ഈ AIDMK അധ്യക്ഷനായിട്ടുള്ള എടപ്പാടി പളനിസ്വാമിയായിട്ടുള്ള ചില ചർച്ചകൾ വിജയ് നടത്തുന്നുണ്ട് എന്നും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ചില ഇടപെടലുകൾ നടക്കുന്നുണ്ട് എന്നൊക്കെയുള്ള ആരോപണങ്ങളും അഭ്യൂഹങ്ങളും ഒക്കെ പല കോണുകളിൽ നിന്ന് ഉയർന്നു വന്ന സാഹചര്യത്തിലാണ് എല്ലാ അഭ്യൂഹങ്ങൾക്കും ആരോപണങ്ങൾക്കും വിരാമമിട്ടുകൊണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടിയുമായും സഖ്യത്തിലുണ്ടാവുകയില്ല എന്നും ടി.വി.കെ എന്ന് പറയുന്ന പാർട്ടി രൂപീകരിച്ച സമയത്ത് പ്രഖ്യാപിച്ച തങ്ങളുടെ രാഷ്ട്രീയ എതിരാളികൾ DMK തന്നെയാണെന്നും തങ്ങളുടെ പ്രത്യശാസ്ത്ര ശത്രുക്കൾ BJP ആണെന്നുമുള്ള പ്രഖ്യാപനങ്ങളെ ശരിവെച്ചുകൊണ്ട് തന്നെ ടി.വി.കെയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി വിജയ് മത്സരിക്കും. ടി.വി.കെക്ക് യാതൊരുവിധ പാർട്ടികളുമായും സഖ്യത്തിൽ ഏർപ്പെടാനുള്ള നിലവിൽ അവർ തീരുമാനിച്ചിട്ടില്ല എന്നുകൂടി ഒരു പ്രഖ്യാപനം ഉണ്ടാകുന്നു. അതുകൂടാതെ ഈ പറയുന്ന ജനറൽ കൗൺസിൽ യോഗത്തിൽ നടന്ന മറ്റ് ചില അവർ പാസാക്കിയ പ്രഖ്യാപനങ്ങളിലും പ്രമേയങ്ങളിലും പറയുന്നത് കരൂർ ദുരന്തമുണ്ടായ സമയത്ത് മരിച്ച ആളുകൾക്ക് അനുശോചനം രേഖപ്പെടുത്തുന്നുണ്ട്. തമിഴ്നാട്ടിൽ ഇപ്പോൾ അടുത്തിടെ കോയമ്പത്തൂർ ഒരു പെൺകുട്ടി ബലാത്സംഗത്തിനിരയായ വിഷയത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ആ വിഷയത്തിൽ തമിഴ്നാട് സർക്കാരിന്റെ കടുത്ത അനാസ്ഥയാണ് ചൂണ്ടിക്കാട്ടുന്നതെന്ന് പറയുന്നുണ്ട്. അത്തരത്തിൽ തമിഴ്നാട്ടിലെ എല്ലാ രാഷ്ട്രീയ പ്രശ്നങ്ങളെയും കൂടി ചൂണ്ടിക്കാട്ടുന്ന തരത്തിലുള്ള ഒരു പ്രഖ്യാപനങ്ങളും പ്രമേയങ്ങൾ പാസാക്കാനും കൂടിയുള്ള ഉദ്ദേശിച്ചുകൊണ്ടുള്ള ഒരു ജനറൽ ബോഡി യോഗമാണ് ഇന്ന് നടന്നിട്ടുണ്ടായിരുന്നത് തന്നെ.